ആൺകുട്ടികളുണ്ടല്ലോ, ചെറിയ ചെറിയ എന്തെങ്കിലും ഇൻസിഡൻറ്റ് അവർക്കുണ്ടായാൽ അവരത് സാരമാക്കില്ല. എന്നാൽ വീട്ടുകാർ വേണം അവരെ ശ്രദ്ധിക്കാൻ. അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ ബുദ്ധിമുട്ട്, കാര്യങ്ങൾ, കുട്ടിയെ നോക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ രോഗം മറന്നുകൊണ്ട് നമുക്ക് ജീവിക്കാം, അല്ലെങ്കിൽ ജോലി ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെ ഉള്ളവർക്കാണ് പെട്ടെന്ന് നെഞ്ചുവേദന വന്നിട്ട് പെട്ടെന്ന് അറ്റാക്ക് പോലെ വരുന്നതും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ. ചെറിയ പ്രോബ്ലങ്ങൾ വരുമ്പോഴേ നിങ്ങളതിനെ മുളയിലേ നുള്ളിക്കളഞ്ഞാൽ അത് വലിയ പ്രോബ്ലമായി മാറില്ല. മനസ്സിലാവുന്നുണ്ടോ? അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരസുഖം വരാതെ സൂക്ഷിക്കണം. വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് റിക്കവറാവാൻ വലിയ പാടാണ്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, അസുഖമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നത് എങ്ങനെ എന്ന് ചിന്തിച്ച് വേണം നമ്മളൊരു ഫുഡ് കഴിച്ചാലും പ്രശ്നങ്ങളുണ്ടാവും. ഈ നെഞ്ചുവേദനയൊക്കെ വരുന്ന ഡോക്ടർ പറയുന്നത് ഞാൻ കേട്ടു, ബീഫ് കൂടുതലായിട്ട് നമ്മൾ കഴിക്കരുതെന്നാണ് പറയുന്നത്. ബീഫിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. ബീഫ് ഓവറായിട്ട് കഴിച്ചാൽ അത് ഫാറ്റ് ഇതുണ്ടായിട്ട് അതിൽ നിന്ന് ബ്ലോക്കുകളും കാര്യങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ അത് വന്നു കഴിഞ്ഞാൽ സർജറി വേണം, വിഷയങ്ങളാണ്, അങ്ങനെ പല പല കാരണങ്ങളിലേക്ക് നമ്മൾ കടന്നു. ഒരു അസുഖം വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ 1000 അസുഖം വന്ന് അവിടെ കിടന്ന് അതെല്ലാം റിക്കവറായി നമുക്ക് തിരിച്ചു വരാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അസുഖം വരാതെ സൂക്ഷിക്കുക. മനസ്സിലായില്ലേ? അസുഖം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് റിക്കവറാവാൻ വലിയ പാടാണ്. വലിയ പാടെന്ന് പറഞ്ഞാൽ വലിയ പാടാണത്. നെഞ്ചുവേദന എന്നൊക്കെ പറഞ്ഞാൽ താങ്ങാൻ പറ്റത്തില്ല. അത് വന്നു കഴിഞ്ഞാൽ ചിലവർ ജീവനോടെ വരും, ചിലവർ തിരിച്ചു വരില്ല. സൈലൻ്റ് അറ്റാക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, എനിക്കൊരു തവണ സൈലൻ്റ് അറ്റാക്ക് വന്നിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ഞാൻ വന്നപ്പോൾ കണ്ട കാഴ്ച ഇപ്പോഴും എനിക്ക് ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. നമ്മളൊരു ഇരുട്ടറയിലേക്ക് പോവുകയാണ്, ശൂന്യതയിലേക്ക്. ഒരു നിമിഷം പറഞ്ഞാൽ അതാരും വിശ്വസിക്കത്തില്ല. അനുഭവം ഗുരു. അനുഭവത്തിൽ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവും നമ്മൾ ആ ശൂന്യതയിലേക്ക് പോവാണ്. ആ നിമിഷം അവിടെ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണെന്നും അറിയില്ല. നെഞ്ചിനകത്തൊരു 10 കിലോ ഭാരം എടുത്തു വെച്ചൊരു ഫീലിങ്സ് നമുക്കുണ്ടാവും. തല ജസ്റ്റ് ഇങ്ങനെ കണ്ണ് ചിമ്മി തല ജസ്റ്റ് ഇങ്ങനെ കറങ്ങി അങ്ങനെ നമ്മൾ വീഴുകയാണ്. ആ വീഴുന്ന ലോകം സ്വർഗ്ഗലോകം. നമ്മളൊന്നും അറിയുന്നില്ല. ചുറ്റിനും ആൾക്കാർ നിൽക്കുന്നുണ്ട്, നമ്മളൊന്നും അറിയുന്നില്ല. അവർ സംസാരിക്കുന്നുണ്ട്, നമ്മളൊന്നും അറിയുന്നില്ല. നമ്മളൊരു ഇരുട്ട് ഗുഹയിലേക്ക്, നമ്മൾ ഈ ട്രെയിനിൽ പോകുമ്പോൾ ഗുഹയിൽ കയറൂലേ, അതുപോലെ ഒരു ഇരുട്ട് ഗുഹയിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ നിശബ്ദതയാണ്, ഒന്നുമില്ല, ഒരു ഇരുട്ടറ മാത്രം. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു നിമിഷം എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്തൊരു അനുഭവമാണ്. അതുപോലെ ആർക്കും വരാതിരിക്കട്ടെ. അങ്ങനെയൊക്കെ ഇൻസിഡൻറ്റ് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ചെറിയൊരു തലവേദന, അല്ലെങ്കിൽ എപ്പോഴും ഫുഡ് കഴിച്ചാൽ നമുക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നുക, നെഞ്ചിന് വേദന, വല്ലാത്തൊരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിച്ചാൽ ഹോസ്പിറ്റലിൽ പോയി ECG എടുക്കുക, ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണുക, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഒന്നുമില്ലെങ്കിൽ പോലും നമ്മുടെ ബോഡി ഫുള്ളും വല്ലപ്പോഴും ഒന്ന് ചെക്കപ്പ് ചെയ്തിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്, ബെറ്ററാണത്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാൻ പറ്റും. പണ്ടൊക്കെ പറയും ഈ അൾസർ സ്വാഭാവികമായിട്ട് ഫുഡ് കഴിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ ഗുളിക കഴിച്ചിട്ട് നമ്മൾ വെള്ളം കുടിക്കാതിരുന്നാൽ അങ്ങനെയൊക്കെ അൾസർ ഉണ്ടാവും. ഇപ്പം അങ്ങനെയല്ല. വെരിക്കോസ് ലാസ്റ്റ് ഘട്ടം അൾസറാണ്. അങ്ങനെ ഒരുപാട് രോഗങ്ങൾ ലാസ്റ്റ് അൾസറിൽ കൊണ്ടുവയ്ക്കും. മനസ്സിലാവുന്നുണ്ടോ? അൾസർ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ക്യാൻസറിൽ കൊണ്ടുവയ്ക്കും. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ശരീരത്ത് നമ്മൾ ഒരു ഫാൾട്ടില്ലാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എന്നാൽ രോഗം വന്നാൽ ഇത് വലിയ പാടാണ്. പാവങ്ങൾക്ക് പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കിടന്നു കഴിഞ്ഞാൽ പിന്നെ തീരെയും നോക്കണ്ട. 10 ദിവസത്തേക്ക് പോണവർ 30 ദിവസം കിടന്നിട്ട് വരും. കാരണം അവിടെ അങ്ങനെയാണ്. അതുകൊണ്ട് അപ്പോൾ നമ്മൾ രോഗത്തിനെ ഭയക്കണം. വേറെ എന്തിനെ പേടിച്ചില്ലെങ്കിലും നമ്മൾ രോഗത്തിനെ ഭയക്കത്തന്നെ ചെയ്യണം. അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ വലിയ പാടാണ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. അപ്പം എനിക്കതിൽ നിന്ന് മനസ്സിലായൊരു കാര്യമാണിത്. രോഗം, എന്ത് രോഗമായാലും വന്നു കഴിഞ്ഞാൽ പാടാം.
അതുപോലെ വെരിക്കോസ് വന്നു കഴിഞ്ഞാൽ നമ്മളത് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കാലക്രമേണ ശരീരം വണ്ണമുള്ളവർക്ക് പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. വണ്ണമില്ലാത്തവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് നടക്കാനും ഒക്കെ പ്രയാസമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ രോഗം ചികിത്സിച്ച് തന്നെയാവണം. രോഗം വരുമ്പോൾ അത് സാരമില്ല, എനിക്ക് തണ്ടും തടിയുണ്ട്, ആരോഗ്യമുണ്ട്, ഞാൻ വലിയ ഗുണ്ടയാണ്, അല്ലെങ്കിൽ അതാണ് മാടയാ കോടയാണെന്നൊന്നും പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണു പോകും. മൊബൈലില്ലാത്തൊരു ലോകം ആർക്കും ചിന്തിക്കാൻ പറ്റത്തില്ല. മൊബൈൽ പോലും എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും നമുക്ക്. ആരോട് സംസാരിക്കാനോ നമുക്കൊരു മാനസികാവസ്ഥ ഉണ്ടാകത്തില്ല. അങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലുണ്ടാവും. അത് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ രോഗത്തിന് തടഞ്ഞു നിർത്തി തന്നെ ആവണം. അതിന് നമ്മൾ നല്ല ഫുഡ് കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, വൃത്തിയും വെടുപ്പും ഉണ്ടായിരിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക.